ഇൽമിൻ്റെ ശ്രേഷ്ഠതയിൽ ഹദീസും ആയത്തും ധാരാളമുള്ളതു തന്നെയാണ് ഫളീലത്തും. ചോദിക്കൂ നബിയെ റബ്ബി സിദ്നി ഇൽമാ. ഇൽമിൻ്റെ ശ്രേഷ്ഠത തന്നെ ഇതിനാൽ വ്യക്തമാ. ചോദിക്കുവാൻ പറഞ്ഞില്ല റബ്ബും അധികവും. നബിയോട് ഇൽമല്ലാതെ മറ്റൊരു വസ്തുവും. അപവാനി തീയിൽ നിന്നുമിന്ന പിള്ളരെ കാക്കുന്നതും ഉലമാക്കളെന്നാ ലോകരെ. അള്ളാഹു ഇൽമിനെ മാഇനോടുപമിച്ചതാ. അതിലഞ്ചു കാര്യം നോക്കിയാൽ കാണുന്നതാ. ആകാശമിൽ നിന്നാമത്തറി ചൊരിയുന്നത്, ഇൽമും അതിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. മഴ കൊണ്ടു വേണം ഭൂമി നന്നാകേണ്ടത്. അതുപോലെ ഖൽഖും ഇൽമു കൊണ്ടാ വേണ്ടത്. സസ്യം കിളിച്ച് വരുന്നതും മഴ കൊണ്ടാ. അതുപോലെ ത്വാഅത്തും ഉലൂമും കൊണ്ടാ. ഇടിമിന്നിനുള്ളൊരു ശാഖയാ മഴത്തുള്ളികൾ. വഅദും വഈദിൽ നിന്നുമാണ് ഇൽമുകൾ. മഴ കൊണ്ട് ഗുണവും ദോഷവും വരലുണ്ട്. ഇത് കൊണ്ടും അതും പടി തന്നെ രണ്ടും ഉണ്ട്. അമലുള്ളവൻ അത് കൊണ്ട് ഫലവും പിന്നെ, ഇല്ലാത്തവൻ അത് കൊണ്ട് ഷർറും തന്നെ. ഈ 5 കാര്യം റാസി 2-ൽ ഉള്ളതാ. 180 പിന്നെ രണ്ടും വേണ്ടതാ. സുഹൃത്തുക്കളെ, ഈ ലോകമൊരു ഉദ്യാനമാ. ഒരു 5 കാര്യം കൊണ്ട് കാണാൻ ഇമ്പമാ. അതിലൊന്നു ഉലമാഇന്റെ ഇൽമും പിന്നെ ഉമറാക്കളിൽ നിന്നുള്ള അദ്ലും തന്നെ. ഇബാദിനുള്ള ഇബാദത്തും 3ആണ്. തുജാറിനുള്ള അമാനത്തും 4ആണ്. തൊഴിലാളികൾ തമ്മിൽ നസീഹത്തും 5. ഇവ 5 മൊത്താൽ ഭൂമി കാഴ്ചയിൽ മൊഞ്ച. ഉടനഞ്ച് കൊടിയും കൊണ്ടുവന്നിബിലീസ്. അത് നാട്ടി തൊട്ടടുത്തഞ്ചിനും ഖന്നാസ്. ഹസദെന്ന കൊടിയും നാട്ടി ഇൽമിന് നേരെയും. അതിലിൻ്റെ തൊട്ടടുത്തേക്ക് ജൗറും പിന്നെയും. ലോകപ്രശംസ ഇബാദത്തിന് സമീപവും. അമാനത്തിൻ്റെ അടുത്തും ഖിയാനത്ത് മൊത്തവും. നസീഹത്തിൻ്റെ അടുത്തേക്ക് അവൻ കാപ്പട്യവും. നാട്ടിയിട്ടുമുണ്ടെന്നുള്ളതാണ് സത്യവും. ഇൽമിൻ്റെ ബഹറാണ് ഹസൻ ബസരിയേ. സമകാലികന്മാർ വാഴ്ത്തിടുന്ന വലിയേ. താൻ ശ്രേഷ്ഠനായത് 5 കാര്യം കൊണ്ട. ശ്രദ്ധിച്ചു കേൾക്കത് സോദര, മറക്കേണ്ട. അതിൽ നിന്ന് താൻ ആരോട് കൽപ്പിച്ചോ അത് താൻ തന്നെ ആദ്യം ചെയ്യലാ പതിവുള്ളത്. അതുപോലെ താൻ തടയുന്ന ഏതാണോ അത് ഒഴിഞ്ഞിട്ട് പിന്നീടാണ് താൻ വിലക്കുന്നത്.